ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഫുൾ മൂണാണ്. അപ്പോൾ 2025 ഡിസംബറിലെ അവസാനത്തെ ഫുൾ മൂണാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ്, ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്? ടു സോഡ്സിൻ്റെ എനർജിയാണ്, കൺഫ്യൂഷൻ്റെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ നല്ലതും ചീത്തയുമായ രണ്ട് കാര്യങ്ങളുടെ നടുവിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കാര്യം അത്ര നല്ലതല്ല, അത് നിങ്ങൾക്ക് അത്രയും നല്ല ഒരു റിസൾട്ട് ആയിരിക്കില്ല തരണമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കാൻ തീരുമാനിച്ച ഒരു എനർജിയാണ്. അപ്പോൾ വരുന്നത് വരട്ടെ, അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില സിറ്റുവേഷൻ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു വിട്ടുപോകുന്നു എന്ന് പറയുന്നത് അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എങ്കിലും അത് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഇത്. ഈ ഒരു സമയത്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പം ഇത്രയും കാലം നിങ്ങൾക്കത് ആക്ഷൻ എടുക്കാതെ നിങ്ങൾ ഇരുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളത് ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ആക്ഷൻ എടുക്കുന്നത് പലരെയും വേദനിപ്പിച്ചേക്കാം, അത് നിങ്ങൾക്കറിയാം. പലരെയും തോൽപ്പിച്ചേക്കാം, വേദനിപ്പിച്ചേക്കാം. പക്ഷേ എന്നാലും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം, ഒരു റിസ്ക് എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മജീഷ്യൻ്റെ എനർജിയാണ്. ഇന്ന് ഫുൾ മൂണാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എഴുതി വയ്ക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമുക്കുള്ള ഒരു 10 കാര്യങ്ങളെങ്കിലും, നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു 10 കാര്യങ്ങളെങ്കിലും നമ്മൾ എഴുതി വയ്ക്കുക, പോസിറ്റീവായിട്ട് എഴുതി വയ്ക്കുക. നന്ദി പറയുക. ഇനി കിട്ടാനുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാനുള്ള കുറേ കാര്യങ്ങളും നിങ്ങളത് പോസിറ്റീവായിട്ട് തന്നെ പ്രസൻറ്റ് ടെൻസിൽ എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. എഴുതി വയ്ക്കുന്ന കാര്യം ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അതങ്ങനെയാണ്, അത് പ്രപഞ്ചം അങ്ങനെയാണ്. നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യത്തെ അത് നടത്തി തരും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെ ആകട്ടെ, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ആവശ്യം അതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്കൊരു വീട് വേണോ, നിങ്ങൾക്കൊരു നല്ല വണ്ടി വേണോ, ജോലി വേണോ, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഓക്കെ ആണോ, ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്തെങ്കിലും, ഇപ്പോൾ ഇത് നാളെ നടക്കും എന്നുള്ളതല്ല, നിങ്ങൾ എത്രമാത്രം നിങ്ങളത് പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു വരും, അത് വരുമെന്നുള്ളതാണ്. അപ്പം മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയം ഒരു മാജിക്ക് സംഭവിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഫുൾ മൂൺ എന്ന് പറയുന്ന സമയത്ത് മാക്സിമം ഈ ഒരു 2-3 ദിവസമെങ്കിലും എത്ര ബുദ്ധിമുട്ടിയായാലും നിങ്ങൾ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം തന്നെ ആൾറെഡി അത് ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാജീഷ്യൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലൊരു മാജിക്ക് സംഭവിക്കുന്ന ദിവസം കൂടിയാണ്. ഫുൾ കാർഡാണ് ഇത്. ഫൂളും മജീഷ്യനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിൽ ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അസുഖം വരെ, ഒരുപാട് ബാധ്യതകൾ വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു ട്രോമയിലിരിക്കാതെ, എന്നും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണെന്ന് പറയാതെ വളരെ പോസിറ്റീവായിട്ട് ഉറച്ച കാൽവയ്പ്പുകളോടുകൂടി മുന്നോട്ട് പോകാനാണ്
അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തികളും വിജയം ഉണ്ടായത് ഈസി ആയിട്ടല്ല എന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ബിസിനസ്സുകാരാകട്ടെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാകട്ടെ, അവർ ഈസി ആയിട്ട് വിജയിച്ച ആൾക്കാരല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് നഷ്ടപ്പെടലുകളിൽ നിന്നും തോൽവിയിൽ നിന്നുമാണ് അവർ എപ്പോഴും വിജയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ആ ഒരു കാര്യം ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തെ കാണുന്നത്, ആ കാഴ്ചപ്പാടിലാണ് അത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം നിങ്ങൾ മാറ്റി വയ്ക്കുക. സ്റ്റാറാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർഡം ഉണ്ടാകാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ പാസ്റ്റിലുള്ള ട്രോമ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. മാപ്പ് കൊടുക്കേണ്ട ആൾക്കാരോട് പൂർണ്ണമായും നിരുപാധികം മാപ്പ് കൊടുക്കുക. സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ, നിങ്ങളുടെ മുന്നിൽ സഹായം അർഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ സഹായിക്കുക. ഇപ്പം സഹായത്തിന് വേണ്ടിയിട്ട് മുന്നിൽ വരുന്ന എല്ലാ ആൾക്കാരെയും സഹായിക്കേണ്ട, പക്ഷേ അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രയോറിറ്റി ഹീലിംഗ് ആണ്. പാസ്റ്റിൽ നിങ്ങളെ ഉപദ്രവിച്ച, നിങ്ങളെ പറ്റിച്ച് ചതിച്ച, നിങ്ങളെ വേദന തന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ പൂർണ്ണമായും നിരുപാധികം നിങ്ങൾ മാപ്പ് കൊടുത്ത് വെറുതെ വിടുക. ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഒരു നന്മ വരുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് ആകണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മനസ്സിൽ ഒരു കൂട്ടി വയ്ക്കാതിരിക്കുക. അവരെ ആ ഓരോ കാര്യവും നിങ്ങൾ പുറത്തെടുത്ത് നിങ്ങൾ കളയുക എന്നുള്ളതാണ്. ആ വ്യക്തികളോടോ ആ സാഹചര്യത്തോടോ നിങ്ങൾ പൂർണ്ണമായും പുറത്ത് കളയുക. അത് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, അതെല്ലാം നമ്മളെ കാർമ്മികമായിട്ടുള്ള ആൾക്കാർ വന്ന് നമ്മളെ ആ ഒരു കർമ്മം തീർക്കുന്നതാണെന്ന് മനസ്സിലാക്കി അവരോട് നന്ദി പറയുക. ഈ ഒരു സമയത്ത് ഒരുപാട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള മാതാപിതാക്കളുണ്ട്. അങ്ങനെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാതാപിതാക്കളുടെ ക്രൂരതകളുണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പറഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കാൻ പറ്റില്ല, അത്രയധികം ആൾക്കാരുണ്ട്. ഇത് നമ്മളുടെ അച്ഛനാണോ നമ്മളുടെ അമ്മയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നിയേക്കാം. കാരണം ഇത് റീഡിങ് എടുക്കുന്നത് കൊണ്ട് എനിക്കറിയാം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. പൊതുവേ നമ്മൾ മാതാപിതാക്കളെ റോഡിൽ ഉപേക്ഷിച്ചു, അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത്. ഭയങ്കര സിമ്പതിയാണ് നമുക്ക്, എന്നാൽ അച്ഛനും അമ്മയും അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ പലപ്പോഴും വളരെ ദുഃഖകരമായ വേറെ സത്യങ്ങളുണ്ടാവാം. നമ്മൾ ഇപ്പം പല വീഡിയോ ഒക്കെ കാണാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. നമ്മൾ ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയണത്. ഉപേക്ഷിക്കുന്ന എല്ലാവരും ക്രൂരത ചെയ്തതുകൊണ്ട് ഉപേക്ഷിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ പലപ്പോഴും പലർക്കും അങ്ങനെ ശരിക്കും മാതാപിതാക്കളിൽ നിന്ന് ഒരു തരത്തിലുള്ളൊരു സപ്പോർട്ടും കിട്ടാതെ പിന്നീട് ഒരുപാട് ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴും അപ്പോൾ എന്നാലും എൻ്റെ അമ്മയോ അങ്ങനോട് ചെയ്തോളൂ, ഇതെൻ്റെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെൻ്റെ അമ്മയാണോ, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് നമ്മൾ തന്നെയാണ് നമ്മളുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതങ്ങനെയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്. കുട്ടികളാണ് മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരിലൂടെ എന്തെങ്കിലും കർമ്മ തീർക്കാനുണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ടാണത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കർമ്മ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അവരോടുള്ള എല്ലാ ദേഷ്യവും മാറ്റിക്കളയുക, അവരെ പൂർണ്ണമായും പുറത്തു കൊടുക്കുക, അവർ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് ലെവലിൽ എത്താൻ പറ്റുമോ ആ ഒരു പൂർണ്ണമായിട്ട് ആ ലെവലിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഈ പാസ്റ്റിലുള്ള നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞ് ആ ഒരു സോളിൻ്റെ പവറിലിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കരുണ വേണം, ദയ വേണം, ഫോർഗീവ്നെസ് വേണം, ഹാപ്പിനെസ് വേണം, കോൺഫിഡൻസ് വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ഗുണങ്ങൾ. അതിലിരിക്കാൻ ശ്രമിക്കുക. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. പ്രതീക്ഷ വയ്ക്കുക. പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്.
നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ അംഗീകരിക്കാതിരുന്ന, നിങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരൊക്കെയും ഈ ഒരു സമയം നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സമയമാണ് ഈ ഒരു സമയം. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറൊരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു കടൽ കടന്നു പോകുന്ന ഒരു എനർജി ഉണ്ട്. അത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന നഷ്ടങ്ങളെയൊക്കെ ബാക്കിയാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത് ഒരു പുതിയ പ്രതീക്ഷയിൽ നിങ്ങളൊരു പുതിയ തുരുത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കുറേ കാലം കൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങളിൽ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരുത്തേണ്ടി വരും. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ പറയാതിരിക്കുക. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം സംസാരിക്കുന്നുണ്ടെങ്കിൽ വ്യക്തതയോടുകൂടി മാത്രം സംസാരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞ് നിങ്ങളെ അടിച്ചമർത്തുന്ന ആൾക്കാരുടെ അടുത്ത് ഇന്ന് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഇപ്പോൾ അവരിന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉള്ള രീതിയിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ നിങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ഇന്നത്തെ ദിവസം മറ്റുള്ളവരൊരു നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ജയിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നേക്കാം. അപ്പോൾ ഇന്ന് ഒന്ന് സംയമനം പാലിക്കുന്നത് നല്ലതായിരിക്കും. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു പ്രണയം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളോടൊരു വല്ലാത്തൊരു പ്രണയം തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു കാത്തിരുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം, ഒരാൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അതേ അളവിൽ തിരിച്ചു തരുന്ന ഒരു വ്യക്തി വരണേന്ന്. അപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ചു തരണം എന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു പ്രണയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷകൾ നല്ലതല്ല, പ്രതീക്ഷകൾ നമ്മളെ നിരാശരാക്കും. അപ്പോൾ പ്രതീക്ഷ വേണ്ട, പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 3 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്ന് കുറേ ആൾക്കാർക്ക് ശരിക്കും പണിയെടുത്ത് കുറേ ആൾക്കാർ ഒരുമിച്ച് ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് ചെയ്ത് ക്ഷീണിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ന് റെസ്റ്റ് എടുക്കുക. പൂർത്തിയാക്കേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പൂർത്തിയാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്ന് ഒരു പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്കത് പറ്റണില്ല എന്നുള്ള വിചാരിച്ച് നിങ്ങളുടെ ശരീരം അതിന് അനുവദിക്കുന്നുണ്ടായിരിക്കില്ല, അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു നിരാശയുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ ഒരു പ്രണയം നിരസിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റാരോ പെരുമാറാത്തതോ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം മറ്റാരോ സ്വന്തമാക്കിയതോ, അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം വേണം, നിങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് നിങ്ങൾ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളതിൽ അതിൽ നിന്നൊരു ഫോക്കസ് മാറ്റുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറേ ആൾക്കാർക്കൊരു സ്ട്രെങ്തൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലത്തെ ഒരു എനർജിയാണ്, ക്ഷീണം ആയിട്ടിരിക്കുന്ന എനർജി. ചിലപ്പോൾ അതെന്തെന്നറിയാമോ, അത് ഫുൾ മൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ ഫുൾ മൂൺ ആയാലും ന്യൂ മൂൺ ആയാലും ചിലപ്പം ഒരുപാട് എനർജി ലോസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും
ഒക്കെ ഉണ്ടാവും. പിന്നെ മനസ്സുകൊണ്ടും അത്ര ഒരു സുഖം കാണൂല. പലർക്കും എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പോൾ അത് ഈ ഫുൾ മൂണിൻ്റെ എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഫുൾ മൂണിന് മാക്സിമം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മൾ മൂൺ എനർജി സ്വീകരിക്കുക. ഇന്നത്തെ ദിവസം പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിന്ന് ആ മൂൺ എനർജി സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ക്ലെൻസിങ് നടക്കൂട്ടാ. നിങ്ങളുടെ ക്രിസ്റ്റൽസൊക്കെ, നിങ്ങൾക്ക് ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ ക്രിസ്റ്റൽസൊക്കെ നിങ്ങൾക്ക് ഈ മൂണിൽ വയ്ക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്ത് നിങ്ങൾക്ക് പുറത്ത് മൂൺ എനർജിയിൽ വയ്ക്കാം. അത് ചാർജ് ആകും. അപ്പോൾ നിങ്ങൾ ക്രിസ്റ്റൽസൊക്കെ ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ക്ലെൻസ് ചെയ്യാത്ത, ഇപ്പോൾ എവിടെന്നെങ്കിലും ഒരു ക്രിസ്റ്റൽ നിങ്ങൾ വാങ്ങിയെന്ന് വയ്ക്കുമോ, അപ്പോൾ അപ്പോൾ എല്ലാ സമയവും നിങ്ങൾ അങ്ങനെ ഇട്ടേക്കരുത്. അതിനകത്ത് ഒരുപാട് നെഗറ്റിവിറ്റി കയറിപ്പറ്റും. അപ്പോൾ അത് നിങ്ങൾ ടാപ്പ് വാട്ടറിൽ കഴുകുക, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. എന്നിട്ട് മൂണിൽ വയ്ക്കുക, അത് ചാർജ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന്. അങ്ങനെയുള്ള പിന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എനർജൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് മൂൺ എനർജിയിൽ വെച്ചാൽ അത് എനർജൈസ് ആകും. ദ തിങ്കിങ് മാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, നിങ്ങളെ ചിലപ്പോൾ പ്രൊവോക്ക് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരാളുമായിരിക്കും. നിങ്ങളെ ചിലപ്പോൾ പ്രൊവോക്ക് ചെയ്ത് നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളായിരിക്കും. അയാളുടെ കയ്യിലൊരു ജെമ്മുണ്ടെന്നുള്ളതാണ്. ആ ഒരു ജെം എന്ന് പറയുന്നത് ഒരു അറിവാണ്. അത് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ ഈ ഒരു കാര്യം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആളിലുള്ള അറിവ് നിങ്ങൾക്ക് പകർന്നു തരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് വരുന്ന ഒരാളായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ തന്നെ ആൾറെഡി ഉള്ള ഒരാളായിരിക്കാം. അപ്പോൾ ആ ആൾ നിങ്ങൾക്ക് ഒരുപാട് അറിവ് തരും, നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കും, നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും എന്നൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ ഒരു കാർഡ് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് അങ്ങനെയാണെന്നാണ് കാണുന്നത്. നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ആൾ, നിങ്ങളെ തെറ്റും ശരിയും മനസ്സിലാക്കി തരുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് ഒരു പുതിയ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ്. പേഴ്സണലായിട്ട് നിങ്ങൾക്കുള്ള കുറേ കാര്യങ്ങൾ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാതിലുകൾ തുറക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമ ഹീൽ ചെയ്യാൻ, നിങ്ങളുടെ പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ, അതിനൊക്കെ ഉള്ള പുതിയ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വാതിലിലൂടെ നിങ്ങൾക്ക് ശരിക്കും അത് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കാം, ചില ഇപ്പോൾ ഗുരുക്കന്മാർ വരുന്നതായിരിക്കാം, ചിലപ്പം ഏഞ്ചൽസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇതൊരു സ്വപ്നം കണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ആൾറെഡി ഹീലിംഗ് പഠിച്ച ആൾക്കാർ അങ്ങനെ ഹീൽ ചെയ്യുന്നതുമായിരിക്കാം. നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷവും കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ സംഭവിക്കും. ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്താൽ ഇന്നത്തെ ദിവസം മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. ഒരു സ്ട്രെങ്തിൻ്റെ ഒരു ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ക്ഷീണമോ തളർച്ചയോ ഒരു സ്ട്രെങ്ത് ഇല്ല, മറ്റാൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ സ്ട്രെങ്തിൻ്റെ ഏഞ്ചലിനെ നിങ്ങൾ വിളിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ധൈര്യം കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാനൊരു ഉണർവ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രെങ്തിൻ്റെ ഏഞ്ചലിനെ നിങ്ങൾ ഇൻവോക്ക് ചെയ്യുക. ഒരു കാർഡ് കൂടി നോക്കാം. സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം അത് ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ്, ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കേജസ്, ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആർക്കേഞ്ചൽ ഏരിയലിനെ വിളിക്കണം എന്നുള്ളതാണ്. ഏരിയൽ മാലാഹെ വിളിച്ച് ആ ഒരു
ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ആ മാലാഖ നിങ്ങളെ ശരിക്കും നിങ്ങളെ തോളത്തേറ്റി കൊണ്ടുപോകും എന്നുള്ളതാണ്. അത്രയും കെയർ ചെയ്യുന്ന, അത്രയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മാലാഖയാണ്. ഈ മാലാഖമാരെന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് മാലാഖമാർ. അപ്പോൾ അവർക്ക് ഒരുപാട് ശക്തികളും കഴിവുകളും ഉണ്ട്. അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. ഭൂമിയിലുണ്ട് അവർ ആൾറെഡി. നമ്മൾ ഇൻവോക്ക് ചെയ്യും, നമ്മൾ വിളിക്കുമ്പോൾ അവർ വരും. അവർ നമ്മളുടെ സഹായത്തിന് അവർ നമ്മളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കേഞ്ചൽ ഏരിയലിനെ വിളിക്കുക, നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറ്റുക. നിങ്ങൾക്ക് ഇപ്പോൾ ഗർഭപാത്ര സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ അത് ആർക്കേഞ്ചൽ ഏരിയലിനെ വിളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ഇന്നത്തെ ദിവസം കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ ആർക്കേഞ്ചൽ ഏരിയലിന് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.